എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുടെ കണ്ണുനീർ വീഴ്ത്തി നിനക്ക് കുടുംബ ജീവിതം വേണോ? അന്ന് ശ്രീദേവി നൽകിയ മറുപടി സുഹൃത്തിൻ്റെ ഭാഗം. നടി ശ്രീദേവിയുടെ വ്യക്തിജീവിതം സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായതാണ്. ബോണി കപൂറുമായുള്ള പ്രണയവും വിവാഹവും ബോളിവുഡ് ചർച്ചാ വിഷയമായി. പകരം വെക്കാനില്ലാത്ത താരറാണിയാണ് അന്ന് ശ്രീദേവി. വിവാഹത്തിന് 2 കുട്ടിയുടെ അച്ഛനുമായ ബോണി കപൂറുമായി അടുത്ത ശ്രീദേവി ഇദ്ദേഹത്തെ വിവാഹം ചെയ്തു. ശ്രീദേവിക്കൊപ്പം ജീവിക്കാൻ വേണ്ടി ബോണി കപൂർ ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ചു. അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ശ്രീദേവിയുടെ പഴയ സുഹൃത്തായിരുന്ന നടി കുട്ടി പത്മിനി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ശ്രീദേവിയുടെ അച്ഛൻ മരിച്ച ശേഷം കുടുംബത്തിലെ കാര്യങ്ങൾ മുന്നിൽ നിന്ന് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. മുംബൈയിലേക്ക് പോയ ശേഷം ശ്രീദേവിയുടെ പല കാര്യങ്ങളും നോക്കിയത് ബോണി കപൂറാണ്. സിനിമകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു. ചില കമ്പനികളിൽ നിന്ന് പണം കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ ശ്രീദേവിയുടെ അമ്മ ബോണി കപൂറിനോട് പറയും. കുടുംബവുമായി ബോണി കപൂർ പെട്ടെന്ന് അടുത്തു. ശ്രീദേവിയുടെ അമ്മയ്ക്ക് ട്യൂമറിന് സർജറി വേണ്ടി വന്ന സമയത്ത് ബോണി കപൂർ സഹായത്തിന് അമേരിക്കയിലേക്ക് പോയി. ഇടതുവശത്ത് ചെയ്യേണ്ട സർജറി വലതുവശത്താണ് ചെയ്തത്. തെറ്റായി ഓപ്പറേഷൻ ചെയ്തത് കാരണം അമ്മ മരിച്ചു. അത് ശ്രീദേവിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ശ്രീദേവിയുടെ ലോകം അമ്മയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൾക്കൊരു തുണ വേണ്ടി വന്നു. ആ തുണയായിരുന്നു ബോണി കപൂർ. ബോണി കപൂറിനെ വിവാഹം ചെയ്യാൻ ശ്രീദേവി തീരുമാനിച്ചു. കുടുംബത്തിലെ എല്ലാവരും ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ശ്രീദേവി ആര് പറഞ്ഞിട്ടും കേട്ടില്ല. ശ്രീദേവിയുടെ ആവശ്യപ്രകാരം ബോണി കപൂർ തൻ്റെ ആദ്യ ഭാര്യയുമായി പിരിഞ്ഞു. അത് വലിയ ചർച്ചാ വിഷയമായി. ആ സമയത്താണ് ഞാൻ ഡൽഹിയിൽ നിന്ന് അവൾ കാശ്മീരിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്നത്. ഒരേ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോയത്. ശ്രീ വന്ന് എൻ്റെ അടുത്തിരുന്നു. ഏറെക്കാലത്തിന് ശേഷം കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവസാനം ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ആളെ കല്യാണം കഴിക്കുന്നെന്ന് കേൾക്കുന്നു. ഇതൊക്കെ ആവശ്യമാണോ ശ്രീ? നീ വിചാരിച്ചാൽ ലോകം തന്നെ നിന്റെ കാൽക്കീഴിൽ ആയിരിക്കും. എത്ര പേർ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് ഞാൻ ചോദിച്ചു. നിനക്കറിയില്ലേ, എൻ്റെ സ്ഥാനത്താണെങ്കിൽ മനസ്സിലാവൂ എന്ന് ശ്രീദേവി. ആരുടെ സ്ഥാനത്താണെങ്കിൽ എന്താ ശ്രീ, ഇത് തെറ്റല്ലേ? ഒരാളുടെ കണ്ണുനീർ വീഴ്ത്തി നിനക്ക് എൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കാനാവുമോ എന്ന് ഞാൻ ചോദിച്ചു. ശ്രീദേവിക്ക് ദേഷ്യം വന്നു. എനിക്കതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് ലൈറ്റായി ഇറങ്ങി പോകുമ്പോൾ ഒരു ബൈ പറഞ്ഞു. അതിനുശേഷം പലയിടങ്ങളിലും കണ്ടെങ്കിലും ഒരു ചിരി മാത്രം. എന്നാൽ ഏറെക്കാലത്തിന് ശേഷം ഒരിക്കൽ കണ്ടപ്പോൾ ചിരിച്ച് സംസാരിച്ചെന്നും കുട്ടി പത്നി ഓർത്തു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതങ്ങനെയാണ്. ചില ആളുകളുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അവിടെ നിന്ന് ഊരാനൊന്നും പറ്റത്തില്ല. പല നടന്മാരും നടിമാരും ഒക്കെ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങിയിട്ട് മക്കളെ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കുക. അവരിനി എത്ര സമ്പത്തുള്ളവരായാലും കലാകാരിയായാലും സൗന്ദര്യമുള്ളവരായ പോലും ഈ ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ടു പിരിയാൻ പറ്റത്തില്ല. അത് കളയണോ ഇത് കളയണോ എന്ന് ആലോചിക്കും. അവർക്ക് ഏറ്റവും എളുപ്പം പഴയത് കളയാനായിരിക്കും. അവർ ചിലപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരായിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സിനിമയിലും ഉണ്ട്, സാധാ ജീവിതത്തിലും ഉണ്ട്. അതിപ്പോൾ അമ്മ മരിച്ചുകൊണ്ട് മാത്രമായിരിക്കുകയല്ല അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. നിരന്തരം നമ്മൾ ഒരാളോട് സംസാരിച്ചാലും ആ ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ അവരെ കണ്ടില്ലെങ്കിൽ എല്ലാം അവരോട് മിണ്ടിയില്ല, നമുക്കൊരുമാതിരി കുറുമേടി ഉണ്ടാവും.